കുഞ്ഞിനറിയാനായ പിന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ബേക്കൽ കോട്ടയിൽ പോകുന്നത്. ലീവായതുകൊണ്ട് വീട്ടിലിരുന്ന് ബോറടിക്കുന്നതുകൊണ്ട് ഏടെ പോണ്ടേന്ന് ആലോചിച്ചുകൊണ്ട് ഒരു ഐഡിയ ഇല്ലാണ്ട് എത്തിപ്പെട്ടതാണ് ഇന്നിവിടെ. അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമായി കേട്ടോ. അല്ലെങ്കിലും അച്ഛനമ്മമാർക്ക് മക്കളെ സന്തോഷമാണല്ലോ വലുത്. വെറുതെ കുറേ സമയം ഇതിലേ പോകുന്ന പിന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷെ നല്ല രസമാണ് കേട്ടോ അവരൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമല്ലേ ഇങ്ങനെ കപ്പിൾസിനൊക്കെ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും ഒരു തള്ള വൈബായോ എന്നൊരാലോചന, സംശയം മാത്രം കേട്ടോ. പിന്നെ എനിക്ക് വലിയ പ്രായമൊന്നും ഇല്ലാത്തതുകൊണ്ട് തള്ള വൈബാവാൻ സാധ്യതയില്ല. ഈ കോട്ടയുടെ മുകളിലൊക്കെ കയറിയിട്ട് കുറേ ആൾ നിൽക്കൂലേ, അവരെല്ലാം കാണുമ്പോൾ ഒരു ടെൻഷൻ ഉള്ളിൽ, എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവില്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് തള്ള വൈബായതുകൊണ്ട് തോന്നുകയാണോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് മെച്യൂരിറ്റി ആകുമ്പോഴാണല്ലോ ബാക്കിയുള്ളവരെ കുറിച്ചിട്ടും ഈ അപകടങ്ങളെ കുറിച്ചിട്ടെല്ലാം നമ്മൾ ആലോചിക്കുന്നത്. ഇങ്ങനെ അങ്ങ് സമാധാനിക്കാം. അങ്ങ് കാണുന്ന കോട്ടയില്ലേ, ആ കോട്ടയിൽ പോകാനുള്ള നിർബന്ധമാണ് ഇപ്പോൾ കുഞ്ഞോനെ. വെയിലധികമായതുകൊണ്ട് എനിക്ക് പിന്നെ വെയിലധികമാകുമ്പോൾ തലവേദനിക്കും വെയിൽ കൊണ്ടാലേ. അപ്പം ഞാൻ അതും പറഞ്ഞിട്ട് തടി തപ്പി. അച്ഛനാണ് ഇന്നത്തെ അവൻ്റെ ഇര ശരിക്കും. അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാളും ഇങ്ങനെ അകലേന്ന് നോക്കിയിരുന്നപ്പോഴൊക്കെ എനിക്കാകെ എൻ്റെ ഉള്ളിലെ അമ്മയും കാമുകിയൊക്കെ പുറത്ത് ചാടി. തലവേദനയല്ലേ, ഇന്ന് വന്നാൽ നാളെ പോകുമല്ലോ. അങ്ങനെ ഞാനും പോയി. എന്താ ഒരു സുഖം. എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും പോയി കുറച്ച് നേരം കടൽക്കരയിൽ നിൽക്കണം കേട്ടോ. നല്ല രസമാണ്, മനസ്സിനൊരു ആശ്വാസമൊക്കെ കിട്ടും. എന്നും കരുതി മനപ്രയാസം വന്ന് കടലിൽ പോയി ചാടിയേക്കരുത്. നല്ല രസമല്ലേ കടൽ കാണാൻ. പക്ഷേ പാറയിൽ കയറി നോക്കണമെന്ന് മോനൊരു നിർബന്ധമായിരുന്നു. മുമ്പ് അവന് ഭയങ്കര പേടി ഈ വെള്ളമെല്ലാം അടുത്ത് കാണാൻ. പക്ഷെ ഇപ്പോൾ ആ പേടിയെല്ലാം പോയി, കാണുമ്പോൾ തുള്ളിക്കളിക്കണം എന്നെല്ലാം തോന്നുന്നു. അങ്ങനെയൊക്കെ പറയുന്നത്. മുമ്പ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, അയ്യോ എൻ്റെ കുഞ്ഞിക്ക് ഭയങ്കര പേടിയല്ലോ, എപ്പോൾ ഈ പേടി മാറില്ലെന്നല്ലോ. പക്ഷേ ഇവനിപ്പോൾ തുള്ളിക്കളിക്കണം തോന്നുന്നു, ഇറങ്ങണം തോന്നുന്നു, പാറയുടെ മുകളിൽ നിൽക്കണം തോന്നുന്നു എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് നല്ല പേടിയാവുന്നു. പക്ഷേ പറയുന്നതായിരിക്കും, എന്നാലും കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ. അപ്പം ഞാൻ പറഞ്ഞു അത്രയ്ക്ക് അങ്ങ് ധൈര്യം വേണ്ടാവുന്നു, കുറച്ച് കുറക്കാമെന്ന്. കുറച്ച് വലുതായപ്പോൾ ചിലപ്പോൾ ചോദിക്കും, അമ്മ തന്നെ ഒരിക്കലും ഓരോന്ന് പറയുന്നു. ഒരിക്കൽ പറയുന്നത് ധൈര്യം വേണമെന്ന്, ധൈര്യം ആകുമ്പോൾ പറയുന്നത് അത്ര വേണ്ടാന്ന്. തിരിച്ചു വരാൻ വലിയ മനസ്സൊന്നും ഉണ്ടായിട്ടാട്ടോ. പാർക്കിൽ പോകാമെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്, അതായത് പള്ളിക്കര പാർക്കില്ലേ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇന്ന് ലീവല്ലേ, അതുകൊണ്ട് പാർക്കിൽ ലീവാണെന്ന് പറഞ്ഞു. കൊച്ചിനറിയില്ലല്ലോ, അതുകൊണ്ട് പറ്റിച്ചു. പിന്നെ കുട്ടികളെല്ലാം പാരൻസിനെ